Assalamualaikum, welcome back to my channel. അപ്പൊ എവിടെയാണ് ബാക്കി ആൾക്കാരൊക്കെ? എവിടെ? Hi guys, Assalamualaikum, welcome back to my ഗൈസ്. അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ അല്ല ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ സെൽഫ് ആയിട്ട് എടുക്കുന്ന കോൺഷ്യസ് ആവും പെട്ടെന്ന്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ എന്റെ ബാഗ് ഇതോടെ. ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ റംദാൻ ഷോപ്പിംഗിലോട്ട് പോണെയാണ്. ഫൈനലി ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോണാണ്. ഹെയർ സ്റ്റൈൽ മാറ്റി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി. അയ്യോ അങ്ങനെ ഞാൻ കുളിച്ചു വന്നോളൂ, മുടി ഉണങ്ങിയിട്ടില്ല. ഞാൻ ആർക്കും വേണ്ടി ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റില്ല. അത് എനിക്ക് തോന്നണം ഞാൻ പോയി ഗൈസ്. അപ്പോ കുളിച്ച് വന്നപ്പോ ഹെയർ കുറച്ച് മെസ്സി ആയി കിടക്കണായിരുന്നു. സോ ഹി യൂസ് ദ ഹെയർ ബാൻഡ്. സുനു പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുനു ഇന്നലെ ഇട്ട ഡ്രസ് തന്നെ ഇട്ടു. ബിക്കോസ് അവർ ജസ്റ്റ് ഇന്നലെ കൊടുത്തുപോയി. അങ്ങനെ വന്ന് ഹാങ് ആക്കി വെച്ച് എന്തുകൊണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചത് മഷിമിന്റെ ഡ്രസ്സായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഷിമിന് മെസ്സേജ് ചെയ്യും. മഷിമി ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത്. അറിയോ, ഇവിടെ ഉണ്ടായിരുന്ന ഗ്രീൻ നമ്മ ഫേക്ക് പുല്ലില്ലേ, അത് മാറ്റി വേറെ സംഭവം എങ്ങനെ അവിടെ കാണിച്ചു കൊടുക്കുക അവർക്ക് അറിഞ്ഞൂടെ. എന്റെ കാല് 2 പ്രാവശ്യം ക്ലിക്ക് ആയത് അതുകൊണ്ടാണ്. യെസ്. അപ്പൊ സൈഗു, ഡു യു വാണ്ട് ടു സേ എനിത്തിങ്? എന്താ പറയാ വന്ന സൈഗു? പല്ല് കൽക്കണ്ട. എബു എന്നൊക്കെ പറയാനുണ്ടോ? ഓ മൈ ഗാഡ്. ഓക്കെ ഗൈസ്, അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കാർ ആൻഡ് ടോക്ക്. അപ്പൊ നമ്മൾ കാറിൽ കയറി. എബു ഉമ്മി എവിടെ? ഉമ്മി, വേർ ഈസ് ഉമ്മി? വേർ ഈസ് സോനു? സോനു ഇല്ലേ എബു? ഉമ്മി പറ സൈഗു. അടിച്ചെന്നല്ല, ഡോർ അടിച്ചെന്ന് പറയില്ല. ഇനി അവൻ അടിച്ചത് വിചാരിക്കും. ഡോർ ക്ലോസ് ആക്കി എബിനുള്ളിലാക്കിട്ട് അപ്പത്തേക്കും തുറന്ന് ഞാൻ അവന്റെ അടുത്ത് പോയപ്പോ അവനെ എടുക്ക് പയ്യ എന്നിട്ട് എടുത്ത് ഞാൻ ആ സോഫയില് കൊണ്ടിരുത്തി. വിഷമമായപ്പ അവൻ കരഞ്ഞപ്പ. എബു എനിക്ക് വിഷമമായി അവൻ കരഞ്ഞപ്പോ. കണ്ടില്ല, പോയി. അപ്പോ നമ്മുടെ വീടും പൂട്ടി നമ്മൾ പോണാണ് ഗൈസ് ഷോപ്പിംഗ്. നമ്മുടെ ഹൗസ് ജിം. ടുഡേ വി ആർ ഈറ്റിംഗ് വെജ്. ഓക്കെ, യെസ്റ്റർഡേ വി ഏറ്റ് നോൺ വെജ്, ടുഡേ വി ഈറ്റിംഗ് വെജ്. എനിക്ക് വിശക്കണു. ബയ്യയുടെ മോനാണ്. ബയ്യയുടെ ചക്കര മോനാണ്. ബയ്യയുടെ ബംഗാർ മോനാണ്. അയ്യോ മറന്നുപോയി. എത്തി ഗായ്സ്, എത്തി ഞങ്ങൾ ഞെട്ടി. നോക്ക്, ചുറ്റും നോക്ക്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫുൾ തിരക്ക്. ഈ നട്ടുച്ചക്ക് ഇത്ര തിരക്ക്. പാർക്കിംഗ് തപ്പി നടക്കണേ നമ്മൾ. പാർക്കിംഗ് ചെയ്ത് നടക്കണായിരുന്നു. തപ്പി നടക്കണായിരുന്നു. കെട്ടി ഫുൾ തിരക്ക്, ഒടുക്കത്തെ തിരക്ക്. എനിക്ക് ഇത്ര തിരക്ക് തന്നെ ഇഷ്ടമല്ല. ഒരു അസ്വസ്ഥത വരുമ്പോ തന്നെ എനിക്ക് ഇപ്പൊ കേറാൻ പോണെയാണ്. നിറച്ച ആൾക്കാരായിരിക്കും. ഫുള്ള് ചെറുത്, ഫുൾ സെറ്റ് വന്നത് കിറ്റി സെറ്റ് 5 പീസ്. 1 2 3 4 5 ചെറുതാണ്. ഇതൊരു സെറ്റ് ചെറുതുണ്ടായിരുന്നു.
കയ്യിൽ പിടിക്കണ റേറ്റ് ആണോ? വുഡന്റെ ആ സെയിം വുഡന്റെ ഒരു കട്ടിംഗ് ബോർഡ് റൗണ്ട് സ്ക്വയർ ഇപ്പൊ ഉണ്ട് വീട്ടില്, പക്ഷെ മാറ്റി മാറ്റി ചെയ്യാൻ റൗണ്ടും വേണം. അത് സ്ക്വയർ വേണ്ട, റൗണ്ടിന്റെ വേണമായിരുന്നു. നോക്കിയുണ്ടാന്ന് ജ്യൂസ് അടിക്കാൻ പറ്റിയത്. നേരത്തെ എടുത്തത് എന്ത് പറ്റി? വലുത് സൈസ് കൂടുതലാണോ അല്ല റേറ്റ് കൂടുതൽ? ഡബിൾ റേറ്റ് ഉണ്ട്. ഏത് വേണം നോക്കിയിട്ട് അരിപ്പൊക്കെ സെയിം തന്നെ, നെറ്റ് സെയിം. ഇങ്ങനെ വേണം. നല്ല റേറ്റ് ഉണ്ട്. So guys, നമ്മളെ ഷോപ്പിംഗ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഒരു 30% കഴിഞ്ഞു തോന്നുന്നു. 50 ആയിട്ടില്ല. ബിക്കോസ് യൂട്ടൻസിൽസ് ഒക്കെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ഫുഡ് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നൗ സ്റ്റാർട്ടഡ് ടു ബൈ മട്ടൺ, ചിക്കൻ ആൻഡ് ഓൾ. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആണ് എടുത്തത്. മട്ടൺ ബോൺലെസ് കിട്ടില്ല, വിത്ത് ബോൺ എടുത്തിട്ടുള്ള. ബീഫ് ഫ്രൈ ചെയ്തിട്ടില്ല നമ്മൾ, അല്ലേ? ബീഫ് എടുക്കണം. ആൻഡ് ഫുൾ ക്ലീനിങ്ങിന്റെ സാധനം മേടിച്ചിട്ട് നമുക്ക് തരും, നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം നിലങ്കോലേ കിടക്കുന്നുണ്ട്. ക്ലീൻ കാരണം നാളെ നോമ്പല്ലേ, പക്ഷെ ഇന്ന് പറ്റിയില്ലെങ്കിൽ ഒരു നല്ല മാസമായിട്ട് നല്ലൊരു എന്താണ് കണ്ടിട്ടൊരു സുഖമില്ല. ഹൽവ, തഹീനി, പ്ലെയിൻ ഉണ്ട്, പിസ്താഷ്യോ ഉണ്ട്. ഒന്ന് നോക്കിയിട്ടൊന്നല്ല അത്. അപ്പോൾ ഡാഡ് അവിടെ നോൺ വെജ് ഒക്കെ ബൈ ചെയ്തു. ബീഫ് വേണം, കട്ട്ലറ്റ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ മട്ടൻ ചിക്കനൊക്കെ മേടിച്ചു. ഇനി ബീഫാണ് മേടിക്കാൻ പോണേ. അപ്പൊ സുനു നോക്ക്, പോ ക്ലീനിങ് നോക്ക്. മതിയായി. പിസ്ത ഹൽവ, തഹീന, പിസ്ത. ഇത് പിസ്തയുടെ, ഇത് പ്ലെയിൻ. കാഷ്യൂ ബ്രിഞ്ചോൾ. ബ്രിഞ്ചോ, ക്യാബേജ് വേണ്ട, വെണ്ടക്കൊക്കെ അത് കിട്ടും. അതൊക്കെ അവിടെ നിന്ന് വർദ്ധിക്കാം. Thank you.
സമോസ ഷീറ്റ് ഉണ്ട്. ഒരെണ്ണം മതിയാ 40. റോളിന്റെ ഷീറ്റ് സ്പ്രിംഗ് റോളിന്റെ ഇത് ഇല്ല. അതെടുക്കായിരുന്നല്ലേ. അങ്ങനെ ഡാഡയും മോളും കൂടി എല്ലാം പെറുക്കി പെറുക്കി വെച്ച് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വണ്ടിയിൽ വെക്കണേണ്. പ്ലേറ്റ് പൊട്ടോ പ്ലേറ്റ് പൊട്ടെടുത്തിട്ടാ. ഇതെല്ലാം ഇടയ്ക്ക് പെറുക്കി നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ വെച്ചേക്കട്ടെ കഴിക്കാനുള്ള. ഐസ്ക്രീം മെൽറ്റായി പോവരുതേ, അനങ്ങാതിരിക്കണം. വേണ്ട അവിടെ തന്നെ വെച്ചോ, പക്ഷെ അനങ്ങരുത്. എവിടെയെങ്കിലും അനങ്ങാത്ത രീതിയിൽ വെക്കണം. എല്ലാം എടുത്തോ. അപ്പൊ ഓക്കെ, ഡാഡയും മോള് ഇവിടെ ഇരുന്ന് സെറ്റ് ആക്കട്ടെ. മഷൂ ഒടിഞ്ഞു ഗായ്സ്, ഒടിഞ്ഞ് അതിന്റെ അപ്പുറത്ത് എന്ത് വേർഡ് ഉണ്ട് അതായി. ബിക്കോസ് പോലും ഇറങ്ങിയിട്ടില്ല എന്റെ പുത്രൻ. ഇപ്പൊ കൈ തുടക്കുമ്പോ മറ്റേ ക്യാൻഡി മേടിച്ചിട്ട് അവര് ഇത് കിട്ടിയപ്പോ ഭയങ്കര ഫീൽ ആയിരുന്നു. ഭയങ്കര വാട്ടർമെലൺ ഫ്ലേവർ ഉണ്ട്, അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അവന് ഓപ്പണായി കൊടുത്തപ്പോ തന്നെ ഭയങ്കര ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ പൂന്റെ, അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ എടുക്കാൻ നോക്കി നല്ല എനിക്കിഷ്ടമാണ് വാട്ടർമെലന്റെ. അപ്പൊ സൈഗ എടുത്തെന്ന് കണ്ടപ്പോ ഞാൻ എന്റെ അടുത്ത് വെച്ച്. ഞാന് വേറൊരു ചോക്ലേറ്റും കൂടി എടുത്ത്, പീനട്ട് ബ്രൗൺ. ഇതെന്താന്നൂടെ തീറ്റപ്പെടാൻ തിളങ്ങി എല്ലാം കണ്ടിട്ട്. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറും കൂടെ ഇതേ ഇടയിൽ കൂടി കയറി എടുത്ത്. ഡാഡിനെ വിളിക്കട്ടെ. എടുത്തോ, ഞാൻ ഇപ്പൊ ബാക്കിലോട്ട് പോണേ. ഫുഡ് ഐറ്റംസ് എടുത്ത് മേടിച്ചു. അയ്യോ, ഫുഡ് ഐറ്റംസ് അതിന്റെ പടച്ചോനെ എടുത്ത് അങ്ങോട്ട് വെക്കും. അപ്പൊ ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ കുടിച്ച് പതുക്കെ നീങ്ങാല്ലേ. മിക്സി ഉണ്ടല്ലേ, അതിന് മിക്സിയൊക്കെ ഉണ്ട്. അപ്പൊ ബഷി എടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്നാക്സ് ഒക്കെ, അതൊക്കെ കഴിച്ച് ഒരു 4-5 വക ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ നല്ലോണം കുടിച്ച് മഞ്ഞിപ്പായിരിക്കണം ഗൈസ്. ഇപ്പൊ ഇനി സോൺ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം പോലത്തെ സാധനമാണ്. Let's see, Zaigu is waiting for that. അപ്പോ
വാവോ ആര് വാവ്. എനിക്ക് മന്തിപ്പോയിട്ട് പോയി കേട്ടോ. മധുരം കഴിച്ചു. മധുരം അടുത്ത മധുരം മധുരം ഇൻ ദ സെൻസ് ഉന്നക്കായ് കായ്പോല ഇലാഞ്ചി. ഇലാഞ്ചി ഓൾ മധുരം. ആകെ ഒരു മസാല ചിക്കൻ സമോസ ഒക്കെ ചിക്കൻ സമോസ ഒക്കെ ചോദിച്ചിട്ട് അവിടെ ഇല്ലായിരുന്നു. ചട്ടിപത്രി എനിക്ക് ഇഷ്ടമില്ല കേട്ടാ. അതിനേക്കാൾ നല്ല ചട്ടിപത്രി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാവത്ത്. അപ്പൊ സൈഗു ഫൈനലി ഹി ഈസ് വെയിറ്റിംഗ് ടു ഹാവ് ദിസ് ഒരു സ്വീറ്റ്. ഇത് കടിച്ചിട്ട് ഞാൻ തരാം സൈഗു, അല്ലെങ്കിൽ നിനക്ക് ഉള്ളിലത്തെ സാധനമൊന്നും കിട്ടൂല. അത് കടിക്കാൻ പറ്റുമോ? പറ്റില്ല. Is it hard? Yummy, mommy. വേണം അബു? എനിക്ക് വേണ്ട. കട്ടി തന്നെ എടുക്കണം. ഇങ്ങനെ നൈഫ് വെച്ച് പിടിപെടുന്ന സൈഗു. എന്നാ കടിക്കാൻ പറ്റൂല, അതാ പ്രശ്നം. കടിക്കും. നീ കൂടി ട്രൈ. സൈഗിന് പറ്റി. അല്ല, നടുക്കത്തെ ഭാഗം വന്നില്ല. ഞാൻ നോക്കട്ടെ. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണ് ഗൈസ്. ഫുൾ ഡ്രൈ പോലെ ഫീൽ ചെയ്യണ്ടല്ലോ. നടുക്കത്തെ കടിച്ചു നോക്കുന്നത്. മശൂര് കിട്ടി നടുക്കത്തെ ഭാഗം. നല്ല മനസ്സിലോട്ടാണ്. അങ്ങനെയല്ല, എന്റെ പല്ലിന് വയ്യ. എല്ലാവർക്കും അറിയാലോ എന്റെ പല്ലില് കമ്പിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മേളിലത്തെ ബാഗൊക്കെ സൈഡിലോട്ടാക്കും. എന്നിട്ട് നടുക്കത്തെ ഇതും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും ഉറപ്പായിരിക്കും ഗൈസ്. നോക്കട്ടെ. എല്ലാ പീസും മാറ്റി മാറ്റി കടിക്കാൻ. കുനാഫ ട്രൈ കഴിക്കണ പോലെ ഉണ്ട്. ഞാൻ നോക്കട്ടെ നടക്കട്ടെ. ഞാൻ നടക്കട്ടെ നോക്കട്ടെ. ഞാൻ നടക്കട്ടെ നോക്കട്ടെ. ഇതന്നെ ഗുണാഫ തന്നെ. ഡ്രൈ കഴിക്കണം പോലെ. പൊടികളൊക്കെ ഉണ്ട് വീട്ടിൽ. പൊടി വന്ന എനർജി നമുക്ക് ഇപ്പൊ ഇല്ലല്ലോ സംസാരിക്കുമ്പോ. ഡ്രെയിൻ ആയി നമ്മൾ. വന്നിപ്പായി പിന്നെ കൊറേ അവനെടുത്ത് നടക്കണ്ടേ. സുനോട് സ്റ്റോറി എടുത്തോണ്ടിരിക്കും. അപ്പോ അങ്ങനെ ടയർഡായി. അപ്പോ യെസ് ഗൈസ്, ഇനി ബേബി വരട്ടെ. ബേബി പോയിട്ടാ മിക്സൊക്കെ മേടിക്കാൻ. നമ്മളിനി വരൂലെന്ന് പറഞ്ഞു. നമ്മളിനി ടയർഡായിട്ട് അങ്ങോട്ട് പോവാണ്ടല്ലോ. ഡ്രൈവിംഗ് സീറ്റ് പോയിട്ട് നോക്കി എല്ലാ അലങ്കോലാക്കി ഇടുന്നുണ്ട് കേട്ടോ. മിററൊക്കെ കണ്ടില്ലേ ഇതിനെ കണ്ടില്ലേ കുറുമ്പിനെ. ഇഷ്ടപ്പെട്ട എന്താണ് മധുരമൊക്കെ കഴിക്കാണ്ടല്ലോ. അതത്ര മധുരം ഇല്ല. സേമിയ അപ്പോ അലമ്പാക്കരുത് അവിടെ. കടം പഠിക്കും. എന്ത് ചെയ്യണേ കഴിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ കുഞ്ഞെന്ത് ചെയ്യണ? കുഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഇനി ബേബി വരട്ടെ. വേണ്ട, വായിലുണ്ട്, കഴിക്കട്ടത്. ഇനി ബേബി വന്നിട്ട് ബാക്കി വിശേഷം പറയാം. സോ ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് അവർ ഹോം. എന്നിട്ട് ഒരാളോട് കിടക്കാൻ പോണു ഗൈസ്. തലവേദന എടുക്കുന്നു. അത്ര ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഉണ്ട് തലവേദന ഒക്കെ. ബട്ട് സ്റ്റിൽ നമ്മൾ കാണിക്കാതെ ഒരുമാതിരി ഭയങ്കര മധുരമായി പോയി. മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം സോനു ഫ്രിഡ്ജിൽ വെക്കാൻ പോണേ. മൊത്തത്തിലൊരു സുഖമില്ല കേട്ടോ, ഭയങ്കര എന്തോ പോലെ. അപ്പോ ജസ്റ്റ് ഗോണ ഷോ യു സം, ഇങ്ങനെ ബ്രീഫായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആ സാധനം എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കൂ. സുനു 1 by 1 കാണിക്കും. സ്ലോ മോഷൻ അടിക്കരുത് കേട്ടാ, പെട്ടെന്ന് കാണിച്ചോളാം. പയ്യെ തോഴന്ന് കാണിച്ച്. See, look at this guys, lots of stuff. ബില്ല് പിന്നെ കാണിക്കുക ഗൈസ് ലാസ്റ്റ്. പെട്ടെന്ന് കാണിച്ച റഫായിട്ട്. മാല സോനുവിന് നമ്മളത് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗൈസ്. മാല, വലിയ മാല. എപ്പോഴും ന്യൂ പ്ലേറ്റ് കാണിച്ചേ. വാവ്, ക്യൂട്ടി പൈ മാല കണ്ട എബുണ്ടേ.
എബിന്റെ മാല കണ്ടോ? കാണിച്ചോ. ഇതെനിക്ക് ഷാമ്പു മേടിച്ചാണ്. മേടിച്ചാണ് തല വറക്കാൻ. സുനുടെ കേളി ഹെയർ ആയതുകൊണ്ട് നോർമൽ ഈ ബ്രഷിൽ വറച്ചാ പോകൂല. അത്ര അഴുക്കുള്ളത് തൊട്ടിട്ട് നമ്മൾ ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷാണ് സുനുന്റെ തല യൂസ് ചെയ്യുന്നത്. ഇത് വാഷ് ബേസിനൊക്കെ കഴുകാനുള്ള ബ്രഷ് എനിക്ക്. അത് വെറുതെ കഴിച്ച തല തേക്കാനാണ് അത് മേടിച്ചത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് ബിക്കോസ് ഇറ്റ്സ് സോ ഗുഡ്. സ്മെൽ ഇസ് സോ ഗുഡ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായി. ഫസ്റ്റ് യൂസ് ചെയ്തത് റാസ്ബെറി ആണ്. യു യൂസ് ദിസ് ആൻഡ് ടെൽ മീ ഹൗസ് അവൾ വന്നിട്ടുണ്ടാവും. ഷാമ്പുവും ബോഡി വാഷും. പിന്നെ സുനു, ഇത് നീ സംസാരിക്കണ ഞാൻ ഇത് സെപ്പറേറ്റ് വ്ളോഗ് ആയിട്ട് എടുക്കാം. ഒരു വ്ളോഗ് ഉണ്ടാവും എന്തായാലും നീ എക്സ്പ്ലെയിൻ ചെയ്യണേ. എടുക്കണോ? പറ. വ്യൂവേഴ്സിന്റെ അടുത്ത് പറയാം നമ്മൾ. കാശ്മീർ അവിടെ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത സാധനം ഗൈസ്, അടുത്ത ഇത് ചോറിന് കൂട്ടി കഴിക്കാനുള്ളതാണ്. വച്ചീന് എന്തോ ചട്നി മണക്കില്ല. നേരത്തെ ഇത് മഷ്മി എടുത്ത ബാത്റൂം ഇല്ല, അത് മേലെ വെച്ച് കുളിക്കാൻ നല്ല ക്ലീൻ ആവുമെന്ന് പറഞ്ഞത്. മേലെ എന്തോ ബാത്റൂം കഴുകണ ഒരു ലിക്വിഡ് സ്പ്രേ സംതിങ്. ഇത് നമ്മൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ഡെയിലി പല കേൾക്കാറുണ്ട്, അതുകൊണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനും സുനു എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല. കത്തി മേടിച്ചിട്ടുണ്ട് ഗൈസ്. കത്തി വേണ്ടിട്ട് പറ. ഇത് മാന്തള് എങ്ങനെയാന്നറിയോ? തേങ്ങ, ഒണിയൻ, കോക്കനട്ട്, ക്രഷ്ഡ് ചില്ലി, കറി എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചമ്മന്തിപ്പൊടി ആക്കൂലേ? മീനിലൂടെ കറിയൊന്നുമില്ലെങ്കിൽ ഇത് ഷൂ വെച്ചിട്ടും ഷൂവിലിട്ടിട്ടും പിന്നെ ഇത് ബാത്റൂം സ്റ്റവ് ഇതെല്ലാം കേട്ടാ 101 യൂസസ് അറൌണ്ട് ദ ഹോം. പിങ്കാന്ന് പറയണ. അപ്പൊ എനിക്ക് ഓക്കെ. പിന്നെ എന്താ പറയണേ? ഓയിൽ ബ്രഷ്, സിലിക്കൺ ബ്രഷ്. ബിഗ് ഓയിലിന്റെ തേക്കാറുള്ള തവ. നമ്മുടെ വീട്ടിലത്തെ അത് കട്ടായി ഇത്രയും കട്ടായി. പകുതി സുനു തിന്നിട്ടുണ്ട്. ഭയങ്കര വിഷമം. അപ്പൊ നമ്മൾ വീട്ടിലില്ലായിരുന്നു. അപ്പൊ സുനു കടിച്ചു. പിന്നെ സിസേഴ്സ്, വലിയ സിസേഴ്സ്. ഒരു പച്ച മയ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രാവശ്യം. ഇതും പച്ച, മറ്റേ ബ്രഷ് പച്ച, പച്ച. പിന്നെ ഹാർപ്പിക്ക് ഈയിടെ ഈ ഷാമ്പൂ സുനിയുടെ മുടിയുടെ രഹസ്യം എന്താന്ന് ഞാൻ ചോദിക്കണല്ലോ. ഹാർപ്പിക്ക്. പിന്നെ പലതരം സോസ് എന്തിനാന്ന് അറിഞ്ഞൂടാ. ഹെൽത്തിയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വ്ളോഗില്. ഇത് ഷെസ്വാൻ സോസ് 2 എണ്ണം, റെഡ് ചില്ലി സോസ് 2 എണ്ണം. ഇട്ട് കൊടുക്കല്ലേ, കളി വായിൽ വെച്ച് കൊടുത്താൽ മതി. 2 സോസും 2 എണ്ണം. ക്യാഷ് ഇട്ടോളൂ. ക്യാഷു കഴിച്ചോ? വെച്ച് സോസൊക്കെ എടുക്കാൻ സമ്മതിച്ചില്ല. ബിക്കോസ് പിള്ളേര് കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചു. സോസൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി മയണൈസ് മാത്രം കഴിക്കാം. വിസ്കർ ഇതിന്റെ വലുതുണ്ട്, ചെറുതില്ലായിരുന്നു. അപ്പൊ ചെറുതുണ്ട്. ഇത് തീർന്നോ? കുറച്ച് സ്വർണത്തിന്റെ സ്പൂണൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് ലക്ഷറി ആക്കാൻ വിചാരിച്ചു ഈ പ്രാവശ്യം. ടൂത്ത് പേസ്റ്റ്. ഇത് ന്യൂ ഹിജാബാണ് സുനു ഈ പ്രാവശ്യം. ഇങ്ങനെ ആയിരിക്കും. നല്ല പിന്നെ ഇട്ടാ മതി. സെറ്റ്. അപ്പൊ അടുത്ത് കാണിക്കും പെട്ടെന്ന്. ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ളതാ. അടുത്തത് ഇത് കാണിക്കട്ടെ. ഞാൻ സുനു വിചാരിച്ച ആദ്യം അത് ഭയങ്കര ജഗ് എന്നൊക്കെ ഇട്ടാന്ന് വിചാരിച്ചു. പിന്നെ സുനു കാണിച്ചു. പക്ഷെ ഇത് ഓയിൽ ഡിസ്പെൻസർ എന്തായാലും മേടിച്ചത് തുറക്കുന്ന ടൈമില് ഞാൻ നമ്മൾ മേടിച്ച പ്ലേറ്റ് കാണിക്കുക ഗൈസ്. ദിസ് ഗോൾഡൻ, ഒരു വൈറ്റും ഗോൾഡനും ഒക്കെ ആയിട്ടുള്ള പ്ലേറ്റ്. അതേപോലെ നമ്മൾ പലതും മേടിച്ചിരിക്കണം. ആ ഒരു തീം ഗോൾഡ് വന്നിട്ട് അറബിക് തീമാണ്. ഓയിൽ ഡിസ്പെൻസർ ക്യൂട്ട്, ഭയങ്കര ഇഷ്ടമായി. നല്ല ഈ പ്ലേറ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. പുതിയ പ്ലേറ്റ്. ഇത് കൊള്ളാല്ലേ? ഇത് കണ്ട് ഗ്ലാസ് ആണ് കയ്യിൽ നിന്ന് വിട്ട പൊട്ടു അല്ലേ? ഓയില്
നോ പൊട്ടിക്കല്ല മോനെ, നിന്റെ പ്ലേറ്റ് ഞാൻ പൊട്ടിച്ചു, കയ്യിൽ നിന്ന് പോയി. എബുവിന്റെ പ്ലേറ്റ് പിന്നെ ഗീന്റെ എബുവിന്റെ പ്ലേറ്റ് ഗീതാനി Oh Jar my God. എത്ര 3:30, ഞാൻ വിചാരിച്ചു 8:30. കുഴപ്പമില്ല, 3:30 കുഴപ്പമില്ല. quality. എന്റെ സെലക്ഷൻ. ഞാൻ വിചാരിച്ചു എബുവിന്റെ പിന്നെ മിക്ക ഐറ്റംസ് ക്യൂട്ട് ഓക്കെ, ഇത് ഗീ ഇടാനുള്ള ജാർ ആൻഡ് സ്പൂൺ. പിന്നെ ഗ്ലാസ് കുറച്ചാണ് മേടിച്ചിട്ടുള്ളത്. ഇത് നമ്മളെപ്പോഴും ചെല്ല ഇത് 4 ഉള്ളൂ. അല്ല, വേറെ സെറ്റ് ഉണ്ടാവും. ഇതേതാ ആയിരിക്കും നോക്കുക. അത് വേറെ നമ്മൾ 2 types of ഗ്ലാസ് മേടിച്ചു. ഇത് 4 സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ 2 എടുക്കണമായിരുന്നല്ലേ? അവര് പറഞ്ഞില്ല. നമ്മളെ പ്ലേറ്റിന് മാച്ച് ആയിട്ടുള്ള പക്ഷെ അവര് ഒരു പറഞ്ഞില്ല. ഗോൾഡൻ തീം വന്ന്. കുഴപ്പമില്ല, നമുക്ക് 4 പേർക്ക് കുടിക്കാം. ഫോണിന് വേണ്ട. അല്ല, നമുക്ക് ആമസോൺ ഓർഡർ ചെയ്യാത്. കമന്റ്. അപ്പോ അത് ഇത് നാലെണ്ണമുണ്ട്. ഇത് പൗഡേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ 6 മേടിച്ചിട്ടുണ്ട്. അത് ബേബിക്ക് സാലഡ് ഒക്കെ ഉണ്ടാക്കിയിടാൻ. ചിലപ്പോ നമ്മളത് ചിക്കൻ പൊരിച്ച് തിന്നുമായിരിക്കും. പേരിന് ബേബിന്റെ ചെറിയൊരു നിങ്ങൾക്കുള്ള സാലഡ് ഇടുന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. നമ്മളെ പുഡിങ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ. പിന്നെ സാലഡ് തന്നെ കഴിക്കുമെന്ന് ഉറപ്പില്ല. ഒരാള് ചിലപ്പോ കട്ട്ലേറ്റ് കാണുമ്പോ തോന്നുന്നു. ആളിപ്പോ ഓ നേരത്തെ കാണിച്ച പ്ലേറ്റ് തന്നെ അതിലത് മാത്രമേ ഉള്ളൂ സ്പൈസിന്റെ. അത് മാത്രം. ആൻഡ് അതേ ഒരു തീമില് some bowl. Yeah. And take on the glass also. Oh yeah, that's it. And ഇത്ര വലിയ ബില്ല് എന്താണ് പിന്നെ? അത് ഫുഡ് ഐറ്റംസ് Food items. I think let's not show it in this video because നമ്മൾ fruits എടുത്തിട്ടില്ല. We are going to buy fruits in the night. ഫ്രൂട്ട്സിന്റെ കൂടെ ഫ്രൂട്ട്സ് കാണിക്കണായിരിക്കും നല്ലത്. ഫ്രൂട്ട്സാ I mean, ഫുഡ്സ് food items and all, veggies and all. ഇത് കാണിക്കാം. One more color is this. ഇത് ഫുഡ് തന്നെയാണ്. Sure. ആ, ഫ്രോസൺ ഐറ്റംസ്. Okay, അത് വേറെ കാണിക്കാം അല്ലേ? ഫുഡിന്റെ കൂട്ടത്തിൽ കാണിക്കും. And നമ്മൾ ഇവിടെ ഒരു വലിയ അരിപ്പ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ട്രേ. യൂഷ്വലി നിങ്ങളുടെ വീട്ടിലെ ട്രേ ഒക്കെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ കൊണ്ടുപോകാനാണ്. പക്ഷെ ഞാൻ വേറൊരു പേർപ്പസിനാണ് അല്ല, വേറൊരു പേർപ്പസ് ട്രേ മേടിച്ചിട്ടില്ല. No. എന്താന്ന് നിങ്ങൾ വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. എനിക്കറിയാം. ആൻഡ് അല്ല പറ അല്ലേ പറയാൻ വേണ്ടി. എന്തിനാ പുതിയ മിക്സർ ഗ്രൈൻഡർ ബൗളെടുക്കെന്താന്ന് പുതിയ മേടിച്ചു. ബിക്കോസ് നമ്മുടെ അടുത്ത് ഇപ്പൊ ഉള്ളത് എല്ലാം ഒടിഞ്ഞ് തവടായി. എന്ത് പറ്റി? ഈ ബൗളെടുക്കണമെന്ന്. Oh my god. അപ്പോ ഗൈസ്, ഇത് റഫ് വീഡിയോ നമ്മൾ എന്തൊക്കെ എടുത്തു. ഇത്ര മാത്രല്ല, നമ്മൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. വിതൗട്ട് കടികൾ എന്ത് നോമ്പല്ലേ? എന്ത് ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല ഗൈസ്. കുറച്ചൊക്കെ ഹെൽത്തിയാണ്. വീട്ടിലത്തെ മുതലാളി എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ. ഡബിൾ പണിയാൻ തോന്നുന്നു ഈ പ്രാവശ്യം. അല്ലെങ്കിൽ അൺഹെൽത്തി ചെയ്താൽ മതിയായിരുന്നു, കടികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം ഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സാലഡ് മറിച്ച് ഒരു റെസിപ്പി ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കണം. ഇതും 2 കിറ്റ് ഉള്ളത് കാണിക്കാനുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. നമ്മളിനി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ കാണിച്ചു തരാം. ആൻഡ് വി ഹാവ് ടു ക്ലീൻ അവർ കിച്ചൺ, ഫ്രിഡ്ജ് ആൻഡ് ഓൾ. അപ്പോ അതൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞങ്ങളെ കാണിക്കാം. ഇപ്പൊ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ പോയി വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാം അല്ലേ? എനിക്ക് റൂം. Yeah, we have lots of work to finish today. So that's it for today. I hope you enjoyed the video. Mine, okay, yours. Yours. No, mine. Okay. So I hope you enjoyed this video. So in the very next video, guys. Bye. Happy Ramadan.